ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത്രയും ദിവസം റീഡിംഗ് ഇല്ലാതിരുന്നത് ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. കുറച്ച് സ്പിരിച്വൽ പരമായിട്ടുള്ള യാത്രയിലായിരുന്നു. പക്ഷെ പേഴ്സണൽ റീഡിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൊണ്ടാണ് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അതാണ് നമുക്കിവിടെ വീഡിയോസ് ഇടാൻ പറ്റാഞ്ഞത്. ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചു, ഒരുപാട് പ്രേക്ഷകർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചു എന്താണ് വീഡിയോ ഇല്ലാത്തതെന്നുള്ളത്. അപ്പം കുറേ പേർക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്, കുറേ പേർക്ക് മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതാണ് കേട്ടോ കാര്യം. കുറച്ച് ആത്മീയ യാത്രയിലൊക്കെ ആയിരുന്നു, കുറച്ച് മെഡിറ്റേഷനും കാര്യങ്ങൾ, പുതിയ കോഴ്സ് പഠിക്കാൻ, അങ്ങനത്തെ കുറേ തിരക്കിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളുടെ മനസ്സിലെ വിഷമം ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഉറച്ച തീരുമാനം എടുക്കണമെന്ന് ആഗ്രഹം വന്നിരിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വിഷമം, അതായത് ഈ പേഴ്സൺ നിങ്ങളോട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടും നിങ്ങളെ മാറ്റി നിർത്തുന്നത് കൊണ്ടും നിങ്ങളുടെ മനസ്സിൽ വിഷമം വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അത്രയും വേദനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു വേദന ഈ വ്യക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടോ, ഈ വ്യക്തി അതിനനുസരിച്ചിട്ടുള്ള ഉറച്ച തീരുമാനം, അതായത് നിങ്ങളുടെ മനസ്സിലെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് ഉറച്ച തീരുമാനം എടുക്കാൻ ഈ വ്യക്തി തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ആ ഒരു എനർജിയിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എനർജി തന്നെ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് കർമ്മയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള അഡ്രസ്സ് ചെയ്തിട്ടുള്ള ചില കർമ്മകളുണ്ട്. അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും, ഈ ഒരു വ്യക്തിയിൽ നിന്നും ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് മുജ്ജന്മത്തിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള കുറ്റങ്ങൾ, നമ്മൾ ചെയ്തു പോയിട്ടുള്ള പ്രവൃത്തികൾ, നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം പ്രവൃത്തികൾക്കൊക്കെ അതിൻ്റെ ഒരു തിരിച്ചടിയായിട്ട് നമുക്ക് ഈ ഒരു ജന്മത്തിൽ കിട്ടും. അതിന് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും, നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്താലും കുറേയൊക്കെ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൻ്റെ കർമ്മഫലം നമ്മൾ ഈ ഒരു ജന്മത്തിൽ അനുഭവിക്കുക തന്നെ വേണം. ആ ഒരു സെയിം സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകണം മുജ്ജന്മത്തിലോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടിയാണ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രവർത്തികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവിടെ കർമ്മയാണ് ഇവിടെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ തെറ്റുകൾ പുറത്തേക്ക് വരും, നമ്മുടെ അന്ധവിശ്വാസങ്ങൾ പുറത്തേക്ക് വരും, നമ്മുടെ ദേഷ്യം പുറത്തേക്ക് വരും, നമ്മുടെ സങ്കടം പുറത്തേക്ക് വരും എന്ന് പറയുന്നത് പോലെ ഈ ഒരു കർമ്മയാണ് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ നിന്നും വെളിപാടാകുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുന്നത്. ഈ ഒരു കർമ്മയാണ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്കിടയിൽ കർമ്മകൾ ഉണ്ടെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു വെച്ചിട്ടുള്ള പല മോശപ്പെട്ട പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അനന്തരഫലമാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ക്ലോഷർ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനകൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതലും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും മാത്രമായിട്ടല്ല. ഇവിടെ ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം എന്നല്ല, ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ മൂന്നാമതൊരു വ്യക്തിയോ വ്യക്തികളോ ആയിരിക്കാം. അതായത് ഇപ്പൊ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഇല്ലാണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ മൂന്നാമത് ഒരു വ്യക്തി വന്ന് ചേരുന്നു, അല്ലെങ്കിൽ മൂന്നാമത് ഒരു വ്യക്തിയോ വ്യക്തികളോ വന്നു ചേരുന്നു, നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു.
അപ്പോൾ അത്തരം ഒരു സാഹചര്യം നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു വ്യക്തികൾ വരുന്നതോടുകൂടി നിങ്ങൾക്കിടയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു, നിങ്ങൾക്കിടയിൽ സന്തോഷമില്ലാതെ ആകുന്നു എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എടുത്തിരിക്കുന്ന ഒരു പുതിയ തീരുമാനം എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ വേണ്ടാന്ന് വെക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് നിങ്ങൾക്കും നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെയും മോശമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുണ്ട്. അതായത് നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെ മോശമായിട്ട് ബാധിക്കുന്ന ബന്ധങ്ങൾ ഏതൊക്കെയാണോ, ആരൊക്കെയായിട്ടുള്ള ബന്ധങ്ങളാണോ മോശമായിട്ട് ബാധിക്കുന്നത്, അത്തരം ബന്ധങ്ങൾ വേണ്ടാന്ന് വെക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ വ്യക്തിയോടൊപ്പം വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുകയോ കൂടെ പഠിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം. എന്തു തന്നെ ആയാലും അത്തരം വ്യക്തികളുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് വെക്കുന്ന തലത്തിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും തകർക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ബന്ധവും എനിക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ വിജയിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രണയം വിജയിക്കുന്നുണ്ട്, തേർഡ് പാർട്ടി ഇവിടെ തകർന്നടിഞ്ഞ് വീഴുന്നുമുണ്ട്. ഓക്കെ, അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പേഴ്സന്റെ നിലപാടെന്ന് പറയുന്നത് എത്രമാത്രം സത്യസന്ധമായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും നിൽക്കാൻ സാധിക്കുന്നുവോ അത്രയും മനോഹരമായിട്ട് നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ, എത്രമാത്രം നിങ്ങളെ കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ, നിങ്ങളുടെ പ്രണയത്തെ കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ അത്രമാത്രം പോസിറ്റീവായിട്ടും പ്രൊട്ടക്റ്റീവായിട്ടും സത്യസന്ധമായിട്ടും നിൽക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലായി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് വരാൻ പോകുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് എന്നുള്ളത്. വേറെ ആരൊക്കെ തൻ്റെ ജീവിതത്തിൽ വന്നു പോയാലും നിങ്ങൾ മാത്രമേ ഈ വ്യക്തിയോടൊപ്പം ഉണ്ടാവുകയുള്ളൂ എന്നും നിങ്ങൾ മാത്രമേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിലനിൽക്കുകയുള്ളൂ എന്നും ഈ വ്യക്തി തിരിച്ചറിയാണ്. അതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ പക്കയായിട്ട്, വളരെ പോസിറ്റീവായിട്ട്, വളരെ ശ്രദ്ധയോടുകൂടി, ശ്രദ്ധാലുവായിട്ട്, വളരെ പോസിറ്റീവായിട്ട് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കേവലം അടിച്ചു പൊളിച്ച് ജീവിക്കുക അതൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും നിങ്ങളായിട്ട് എപ്പോഴും റൊമാൻറ്റിക് ആയിട്ട് നടക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക, അത് മാത്രമല്ല നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് എന്തോ ഒരു ആത്മീയത ഇതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടും ഉണ്ടായിരുന്നു എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. അതായത് ഈ വ്യക്തിയുടെ ചില വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്ന ചില കാര്യങ്ങൾ, ഈ വ്യക്തിയുടെ ചില തീരുമാനങ്ങൾ, അതെല്ലാം തന്നെ ഈ വ്യക്തിക്ക് പുനർപരിശോധിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ ഒരുപാട് പാഠങ്ങൾ ഈ വ്യക്തിക്ക് പഠിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് തിരിച്ചറിവുകൾ ഒക്കെ ഈ വ്യക്തിക്ക് പഠിക്കേണ്ടി വന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് കേവലം ഒരു സാധാരണ രീതിയിലുള്ള ഒരു പൈങ്കിളി പ്രേമമല്ല എന്നും ഇതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, ചില കർമ്മങ്ങൾ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്, അങ്ങനെ എന്തൊക്കെയോ പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത്. ഇനി എന്താണ് ഈ പേഴ്സൺ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ? ഉറപ്പായിട്ടും സറൗണ്ടഡ് യുവർ സെൽഫ് വിത്ത് പ്രൊട്ടക്റ്റീവ് എനർജിയാണ്. ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ തകർക്കുവാൻ വേണ്ടി മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായിട്ടും കാണാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് മറ്റുള്ളവർ ഈ റിലേഷൻഷിപ്പിനെ തകർക്കുവാനും അതുപോലെ മോശം രീതിയിലേക്ക് കൊണ്ടുവരാനും നിങ്ങളെ രണ്ടുപേരെയും തെറ്റിദ്ധരിപ്പിക്കാനും തമ്മിൽ തല്ലിപ്പിക്കാനും മറ്റുള്ളവർ, അതായത് ശത്രുക്കൾ, തേർഡ് പാർട്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിതിലൂടെ വ്യക്തമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൺ
അവരുമായിട്ട് അല്ലെങ്കിൽ അവരുടെ മുന്നിൽ മുട്ടുകുത്താതെ, അവരുടെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കാതെ, തോറ്റു നിൽക്കാതെ, അവരുമായിട്ട് പോരാട്ടത്തോടു കൂടി വിജയിക്കുവാനും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കഴിയുന്നത്ര രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ പേഴ്സൺ ദൂരെയാണ് താമസിക്കുന്നതെങ്കിൽ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ വേണം. ഈ പേഴ്സന്റെ ആ ഒരു കൺദൂരത്ത്, ആ ഒരു കാണുന്ന ആ ഒരു ദൂരത്തില് വേണമെന്ന് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ദൂര സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇതിൽ പലവരുടെയും ഒരു ടിൻ ഫ്ലെയിം ജേർണി ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. വളരെ പാഷൻ മുന്നിട്ട് നിൽക്കുന്ന ഒരു കണക്ഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുജ്ജന്മ ബന്ധം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ, ടിൻ ഫ്ലെയിം കണക്ഷൻ, ഇതൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു കണക്ഷനും കൂടിയാണ്. അതായത് കേവലം സാധാരണ രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു അങ്ങനെ പോകുന്ന സാധാരണ ഒരു ബന്ധമല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും കാർഡ്സിലൂടെ നമുക്ക് മുന്നിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് എന്നും ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പറ്റില്ല എന്നും ഓരോ ദിവസവും കഴിയും തോറും ഇതിന്റെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ പലവരും ട്വിൻ ഫ്ലെയിം ആയിരിക്കാം, സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് ഒരിക്കലും ഇന്നേ വരെ തോന്നിക്കാത്ത തരത്തിലുള്ള ഒരു കണക്ഷനൊക്കെയാണ് നിങ്ങൾക്ക് ഈ പേഴ്സണോട് തോന്നിച്ചിട്ടുള്ളത്. അപ്പൊ അത് തീർത്തും ഒരു ദൈവികമായിട്ടുള്ള ഒരു കണക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കുന്നത്. അല്ലാതെ ഒരു ടൈം പാസ് ആണ്, കുറച്ചു നേരത്തേക്ക് നേരം പോക്കിന് പ്രണയിച്ചതാണ്, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബന്ധമേ അല്ല ഇത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഏഞ്ചലിക് അസിസ്റ്റൻസ് ആണ്. ആൻഡ് ഓൾസോ ദ നമ്പർ ഈസ് 6 ആണ്. 6 എന്ന് പറയുന്നത് പോലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. 6 തിരിച്ചിട്ട് കഴിഞ്ഞാൽ 9 ആണ്. അപ്പോൾ ആ ഒരു 6, 9 ആ ഒരു എനർജിയിൽ വരും. ഇവിടെ ഏഞ്ചലിക് അസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. ഏഞ്ചൽസിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു സാന്നിധ്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏഞ്ചൽസിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ എനർജി നല്ല രീതിയിൽ കുറയുകയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് പോകുന്നത്. അതായത് ഇത്രയും കാലം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം എന്ന് വിചാരിച്ചാൽ പോലും സാധിക്കാറില്ല. നിങ്ങൾ എത്രമാത്രം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചാൽ പോലും അവിടെ എതിരായിട്ടുള്ള സാഹചര്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് തെറ്റി. കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണ്. വളരെ സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണ്. വളരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പോസിറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും വരുന്നത്. അവരെ അയക്കുന്നത് ആരായിരിക്കും? ഈ ഏഞ്ചൽസ് ആയിരിക്കും. ഏഞ്ചൽസ് ആയിരിക്കും അവരെ അയക്കുന്നത്. അതായത് ഏഞ്ചൽസിന്റെ, മാലാഖമാരുടെ കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹവും പ്രൊട്ടക്ഷനുമാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. കാരണം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റുകയും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരികയും ചെയ്യുന്ന ഒരു റീഡിംഗ് ആണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റീഡിംഗ് നിർത്തുകയാണ്. പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാം. സോ ബൈ.